ഇന്ന് ഞാൻ ഇഗ്നോ അസൈൻമെന്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഏകദേശം ഡേറ്റ് ഒക്കെ ആവാറായി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അസൈൻമെന്റ് ചെയ്തതെന്നും അതിന്റെ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് അസൈൻമെന്റിന്റെ ഫസ്റ്റ് പേജ്. സെക്കൻഡ് പേജ് നമ്മളുടെ ID കാർഡിന്റെ കോപ്പിയാണ്. ഇതിന്റെ ഈ വശത്തായിട്ട് നമ്മൾ ഒരു സ്കെയിൽ വീതിയിൽ മാർജിൻ വിട്ടിട്ട് വേണം കോപ്പി വെക്കേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇത് കമ്പനിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 14 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രിന്റ് എടുത്ത ഫസ്റ്റ് പാർട്ടായിട്ട് വെക്കുന്നത് ഇത്രയാണ്. ഇനിയാണ് നമ്മൾ എഴുതി തയ്യാറാക്കിയ അസൈൻമെന്റിനും ഒരു സ്കെയിൽ വീതിയിൽ തന്നെ നമ്മൾ മാർജിൻ വിടണം. നമുക്ക് പഞ്ച് ചെയ്യേണ്ടതാണ്, അതിനു വേണ്ടിയാണ്. അപ്പൊ ഒരു സ്കെയിൽ വീതിയിൽ നമ്മൾ മാർജിൻ വിടുന്നത്. ഇത് ഒരുപാട് പേജ് ഉണ്ട്. കമ്പനിയിലോന്റെ ഒരു 75 പേജോളം ഉണ്ട്. അപ്പൊ ഇത് ഇത്തിരി അസൈൻമെന്റ് ഉണ്ട്. അപ്പൊ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും പേപ്പേഴ്സ് മാർജിൻ വരയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനിത് ഇതേ രീതിയിലൊരു കാർഡ്ബോർഡിനെ കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇതേ രീതിയിലാണ് ഞാൻ മൊത്തം എല്ലാ പേപ്പറും മാർജിൻ വരഞ്ഞത്. അപ്പൊ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണ്. ഇത് വെറുതെ കാണിച്ചു തന്നാലും ഈ രീതിയിൽ വേണ്ടിക്ക് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാർജിൻ വരഞ്ഞു കഴിയും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു രീതി കാണിച്ചത്. ചെറിയ രീതിയിൽ മടിയുള്ളവർക്കെല്ലാം ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. അപ്പൊ ഇനി നമുക്കിത് നോക്കാം. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതാ 1, 2, 3 എന്നിങ്ങനെ നമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇൻ കേസ് നമ്മളൊരിക്കലും ഈ പേപ്പറെല്ലാം ഷഫിളായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേഗം തന്നെ റീസെറ്റ് ചെയ്ത് വെക്കാനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പഞ്ച് ചെയ്തെടുക്കാൻ നോക്കാം. എൻ്റെ അടുത്തൊരു ചെറിയ പഞ്ചിങ് മെഷീനാണുള്ളത്. ഇതിൽ കുറച്ച് പേപ്പേഴ്സൊക്കെ ഉള്ളൂ. നമുക്ക് അപ്പൊ കുറച്ചായിട്ട് പഞ്ച് ചെയ്തെടുക്കാം. അതിന് പേപ്പർ നമ്മൾ ഇത് ഈ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പഞ്ചിങ് മെഷീൻ എടുത്ത് ഇത് ഈ കാണുന്ന ഈ ട്രയാങ്കിൾ ഷേപ്പിൽ അതിന്റെ ആ ഫോൾഡർ വരുന്ന ഭാഗത്തൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഈ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു സ്കെയിൽ വീതിയിൽ വിടണം എന്ന് പറഞ്ഞത് ഇതാ പഞ്ച് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ഹോൾ വരിക. അപ്പൊ അങ്ങോട്ടായി പോയാൽ ആൻസർ എന്നുള്ള ഇതെടുത്തേക്ക് വരും. കുറച്ച് ഇങ്ങോട്ടായി പോയാൽ നമ്മൾ കെട്ടുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും, അത് കീറി വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നൂലിട്ടിട്ട് വൃത്തിക്ക് കെട്ടാൻ പറ്റും. ഇത് ഈ ഒരു ടൈപ്പ് നൂലാണ് ഞാനിവിടെ കെട്ടാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലെല്ലാം പേപ്പർ വെച്ചിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം കേട്ടാ. പിന്നെ അടിഭാഗത്ത് നിന്ന് നൂലിട്ട് കൊടുത്തിട്ട് മേൽവശത്തേക്കായിട്ടാണ് അതിന്റെ കെട്ട് വരേണ്ടത്. അപ്പൊ നിങ്ങൾ ഇതിൽ കാണുന്നത് പോലെ ഞാൻ നൂലെല്ലാം ഇട്ടിട്ട് കംപ്ലീറ്റ് ആക്കിയതായിരുന്നു. ആ സമയത്ത് എനിക്കൊരു പണി കിട്ടി. ചെറിയ പണിയൊന്നല്ല, നല്ല കിടിലൊരു പണി കിട്ടി. അപ്പൊ ഇത് എന്റെ 2 പേപ്പർ കെട്ടാണ്ട് മിസ്സായി പോയിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ പലർക്കും പറ്റിയിട്ടുണ്ടാവും. നമ്മളൊന്ന് കെയർഫുൾ ആയിട്ടില്ലെങ്കിൽ ഇത് മൊത്തം അയച്ചിട്ട് മാറ്റി കെട്ടേണ്ടി വരും. അപ്പൊ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാന്. അപ്പൊ ഇതാ നമ്മളിത് മൊത്തം അയച്ചിട്ട് മാറ്റി കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മൾ 8 സബ്ജക്റ്റും കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാ ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഫസ്റ്റ് ഉണ്ടാവുക എൻറോൾമെന്റ് നമ്പറാണ്. അത് നമ്മുടെ ID കാർഡിലാണ് ഉണ്ടാവുക. അത് ID കാർഡ് നോക്കി നമ്മൾ എഴുതി കൊടുക്കുക. അതിൽ തന്നെ നെയിമും അഡ്രസ്സും ഉണ്ടാവും. അതും തെറ്റാതെ നമ്മൾ എഴുതി കൊടുക്കുക. പിന്നെ പ്രോഗ്രാം കോഡും ID കാർഡിൽ തന്നെ ഉണ്ടാവും. പിന്നെ കോഴ്സ് ടൈറ്റിലും കോഴ്സ് കോഡും ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഉണ്ടാവുക. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതേ രീതിയിൽ തന്നെ എഴുതി കൊടുക്കുക. പിന്നെ RC എന്നുള്ളത് നമ്മളെ ID കാർഡിലാണ് ഉണ്ടാവുക. പിന്നെ സ്റ്റഡി സെന്റർ, നമ്മൾ ഏത് സ്റ്റഡി സെന്റർ ആണോ ആ സ്റ്റഡി സെന്ററിന്റെ പേര് എഴുതി കൊടുക്കുക. പിന്നെ അസൈൻമെന്റ് നമ്പർ എന്നുള്ളത് ഇതിൽ അസൈൻമെന്റ് കോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് നമ്മൾ അത് നോക്കിയിട്ട് അസൈൻമെന്റ് കോഡ് എന്നുള്ളത് എഴുതി കൊടുക്കുക. പിന്നെ വരുന്നത് ഫോൺ നമ്പറും ഇമെയിൽ ID ആണ്. അത് നമ്മൾ ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റും പിന്നെ നമ്മൾ സിഗ്നേച്ചറുമാണ് വേണ്ടത്. ഇതും കൂടി ആയാൽ നമ്മൾ ഈ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ്. ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ അസൈൻമെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയറും ലൈക്കും ചെയ്യുക.